അവിടെ സംഭവിച്ചത് എന്താണ്? ഇവിടെ വന്ന ഒരു നറേറ്റീവ്, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം മലയാള മാധ്യമങ്ങളിൽ വന്ന ഒരു നറേറ്റീവ്, അവിടെ ഒരു ഹൈക്കോടതി വിധി വരുന്നു, സംവരണം സംബന്ധിച്ച് വിദ്യാർത്ഥി പ്രക്ഷോഭം ഉണ്ടാകുന്നു, അത് കൈവിട്ടു പോകുന്നു എന്നാണ്. പക്ഷെ പിന്നെ കണ്ട കാഴ്ച എന്താണ്? വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് അല്ലെങ്കിൽ ഭരണത്തിനെതിരെ സമരം നടക്കുന്നവർക്ക് ക്ഷേത്രങ്ങളോട് എന്താണ് ഇത്ര വൈരാഗ്യം? ക്ഷേത്രങ്ങൾ കത്തിക്കുന്നത് എന്തിനാണ്? ഹിന്ദുക്കളോട് എന്താണ് ഇത്ര വൈരാഗ്യം? ആ സംഭവങ്ങൾ, ആ പരമ്പര ഇവിടെ ചർച്ചയാവുന്നില്ല, വാർത്തയാവുന്നില്ല. അവിടെ സംഭവിച്ചത് എന്താണ്? ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ്. നമ്മളതിൻ്റെ ചരിത്രം ഒന്നുകൂടെ കൃത്യമായി വിലയിരുത്തുമ്പോൾ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം, സംവരണ തീരുമാനം, ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെയൊക്കെ കൂടെ അവിടുത്തെ മുക്തി സമരത്തിൽ പങ്കെടുത്തിരുന്ന ആളുകളുടെ പരമ്പരയിൽപ്പെട്ടവർക്ക് സംവരണം കൊടുക്കാനുള്ള തീരുമാനം, അത് ഭരണഘടനാപരമായി നിലനിൽപ്പുള്ളതാണോ ഇല്ലയോ എന്നതൊക്കെ മറ്റൊരു വിഷയമാണ്. അങ്ങനൊരു തീരുമാനത്തിനെതിരെ പൊട്ടിപ്പുറപ്പെട്ട വിദ്യാർത്ഥി പ്രക്ഷോഭം ഒരു ഘട്ടമെത്തിയപ്പോൾ അതിൻ്റെ നേതാക്കന്മാർ തന്നെ പിൻവലിച്ചതാണ്. ഈ വസ്തുത ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം സുപ്രീം കോടതിയുടെ വിധിയാണ്. അവിടുത്തെ വിധി വന്നു, ഇത് നിലനിൽക്കത്തക്കതല്ല എന്ന്. അപ്പോൾ സത്യത്തിൽ വിദ്യാർത്ഥി സമരത്തിൻ്റെ, ആ പ്രക്ഷോഭത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തിയായ സാഹചര്യത്തിൽ ഔദ്യോഗികമായി തന്നെ അതിൻ്റെ നേതൃത്വം ഈ സമരം പിൻവലിച്ചതുമാണ്. പക്ഷേ ആ പിൻവലിക്കുന്നതിന് തൊട്ടു മുമ്പോ അല്ലെങ്കിൽ ഈ കോടതി വിധി വരുന്നതിന് തൊട്ടു ശേഷമോ അതിൻ്റെ ആ ഇടയിൽ, ആ നിശബ്ദതയിൽ ഒരു വലിയ അട്ടിമറി നടന്നു. ആ അട്ടിമറി ഭരണത്തിലുള്ള അട്ടിമറിയേക്കാൾ മുമ്പായി നടന്നത് ഈ പ്രക്ഷോഭത്തിൻ്റെ നേതൃത്വത്തെ അട്ടിമറിക്കുക ചെയ്തത്. ആ സ്ഥാനത്തേക്ക് BNPയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെയും അതിനോടൊപ്പം തന്നെ പാകിസ്ഥാനിൽ നിന്നുള്ള ISI ചാരന്മാരും ഇതിൻ്റെ എല്ലാം പിന്നിൽ അതിശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കൻ ലോബിയും ഇതെല്ലാം ചേർന്ന് അതിവിദഗ്ധമായി കുട്ടികളുടെ കയ്യിൽ നിന്ന് ഈ സമരത്തെ അവർ അട്ടിമറിച്ച് തങ്ങളുടെ കയ്യിലേക്കാക്കി. സത്യത്തിൽ ഈ നേതൃത്വം കൊടുത്തിരുന്ന വിദ്യാർത്ഥികളിൽ പലരും ഇപ്പോഴും ചില വിദൂര കേന്ദ്രങ്ങളിൽ ഒളിച്ചു പാർക്കുകയാണെന്നുള്ളതാണ് വസ്തുത. ഈ യാഥാർത്ഥ്യം പുറത്ത് ചർച്ച ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ വളരെ നേരത്തെ തന്നെ കാത്തിരുന്നിരുന്നതായ ഒരു വലിയ ഭീകര സംഘത്തിൻ്റെ കയ്യിലേക്ക് ഈ സമരം മുഴുവൻ വഴിമാറിപ്പോവുകയും അവർ മൊത്തം നിയന്ത്രണം കയ്യിലെടുക്കുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ ഭരണം അട്ടിമറിച്ചു. പട്ടാളത്തിൽ ഉണ്ടായിരുന്ന ഇസ്ലാമിക ഭീകരവാദികളുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഭരണവും അട്ടിമറിച്ചു. ഷെയ്ഖ് ഹസീനയ്ക്ക് രാജ്യരാമാനം അവിടുന്ന് പോരേണ്ടിയും വന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികൾ ഇസ്ലാമിക ഭീകരവാദ ശക്തികളാണ്. അതിനെല്ലാ വിധത്തിലുള്ള സഹായവും ചെയ്തു കൊടുക്കുന്ന പാകിസ്ഥാനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ ആഗോള പോലീസിൻ്റെ വലിയ പങ്കുണ്ട് എന്നതാണ് വസ്തുത. അവർക്ക് വലിയ താല്പര്യമുണ്ട്. ഇപ്പം ഞാനിത് അമേരിക്കയ്ക്കെതിരായിട്ടുള്ളൊരു ആരോപണം വെറുതെ ഉന്നയിക്കുന്നതല്ല. അമേരിക്കയ്ക്ക് ഇവിടെ ഈ മേഖലയിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കണമെങ്കിൽ ഭാരതം പിന്നോട്ട് പോയേ മതിയാവുകയുള്ളൂ. ഭാരതത്തോടുള്ള വലിയ ബന്ധമുണ്ട്, തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രാഷ്ട്രമാണെന്നൊക്കെ വലിയ തോതിലുള്ള പ്രസംഗങ്ങൾ, മുഖം മിനുക്കൽ പ്രസംഗങ്ങളൊക്കെ നടത്തുന്നുണ്ട്, ബൈഡൻ ഉൾപ്പെടെ നടത്തുന്നുണ്ടെങ്കിലും സത്യത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഭാരതത്തിൻ്റെ ഈ സമീപകാലത്തെ ഉയർത്തെഴുന്നേൽപ്പ് ചൈനയെ വിരളി പിടിപ്പിക്കുന്നത് പോലെ തന്നെയോ അതിനേക്കാളേറെയോ വല്ലാതെ അങ്കലാപ്പിലാക്കുന്നത് അമേരിക്കയാണ് എന്നതാണ് വസ്തുത. അങ്ങനെ നോക്കുമ്പോൾ അമേരിക്കയുടെ പിണിയാളായ പാകിസ്ഥാൻ്റെ ആരാചാരന്മാരായിട്ടുള്ള ആ ISIയുടെ കയ്യിലേക്ക് ബംഗ്ലാദേശ് പോവുകയാണ് ചെയ്തത്. ഇത് വളരെ ആസൂത്രിതമായി നടന്ന ഒന്നാണ്. അമേരിക്കയ്ക്കെതിരായിട്ട് ഷെയ്ഖ് ഹസീന ഗവൺമെൻറ് എടുത്ത അതിശക്തമായ ചില തീരുമാനങ്ങൾ അമേരിക്കയ്ക്ക് ബാംഗ്ലാദേശിൻ്റെ ഉള്ളിൽ ഒരു അവരുടേതായ യുദ്ധമുറകൾ നടത്താൻ പറ്റിയ വിധത്തിലുള്ള താവളം, പ്രത്യേകിച്ച് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ദ്വീപ് തങ്ങൾക്ക് കിട്ടണം എന്നൊക്കെയുള്ള തീരുമാനത്തിനെതിരെ ഷെയ്ഖ് ഹസീന എടുത്ത ശക്തമായ നിലപാട്, ആ നിലപാടിന് പ്രത്യക്ഷമായല്ലെങ്കിലും എവിടെ നിന്നൊക്കെയാണോ പിന്തുണ കിട്ടേണ്ടത്, പ്രധാനമായും ഭാരതം ഉൾപ്പെടെയുള്ള നാടുകളിൽ നിന്നുള്ള പിന്തുണ അവർക്കുണ്ട് എന്നുള്ള ഉറപ്പോടുകൂടി അവരെടുത്ത അതിശക്തമായ തീരുമാനത്തിനുള്ള ഒരു തിരിച്ചടിയായിട്ട് കൂടി വേണം ഇന്ന് ഈ നടക്കുന്ന വലിയ കലാപങ്ങൾ. പിന്നൊരു വസ്തുത, ഇസ്ലാമിക ഭീകരവാദം, ഇസ്ലാമിക മൗലികവാദം എന്നത് ലോക സമാധാനത്തിന് വലിയ അപകടമാണ് എന്നത് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശിൻ്റെ ഭരണം അല്പമൊക്കെ ജനാധിപത്യ ബോധമുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ കയ്യിലായിരിക്കുമ്പോൾ
എപ്രകാരമാണ് അവിടെ ശാന്തമായ സമാധാനപൂർണമായ നയതന്ത്ര ബന്ധങ്ങൾ മറ്റ് രാഷ്ട്രങ്ങളുമായി, ഭാരതം ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളുമായി നിലനിന്നതെന്ന് നമുക്കറിയാം. ഇപ്പോൾ എല്ലാം തകരുകയാണ്. തകരാനുള്ള മുഖ്യ കാരണം ഈ ഭീകരവാദം ഇസ്ലാമിക മതമൗലികവാദത്തിന് പിടികിട്ടുന്നു എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കൾ എപ്പോഴും വേണം. ഇത്തരം ഈ സെമറ്റിക് റിലീജിയൻസിന്, അബ്രഹാമിക് റിലീജിയൻസിൻ്റെ ഒരു വിശേഷത, അവർക്ക് ആരെങ്കിലുമൊക്കെ ആക്രമിച്ച് നശിപ്പിക്കാൻ വേണ്ടി കിട്ടണം. ആരെയും കിട്ടിയില്ലെങ്കിൽ തങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പെട്ട ആൾക്കാരെ, അതാണല്ലോ ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്നത്, അതാണ് ഇറാഖും ഇറാനും തമ്മിൽ നടന്ന കലാപങ്ങളുടെ പിന്നിലും, അതാണ് തുർക്കിയിൽ വേറൊരു വിധത്തിൽ നടക്കുന്നത്, അതാണ് ഇപ്പോൾ ബലൂചിസ്ഥാനിലും തലയുയർത്തിക്കൊണ്ടിരിക്കുന്നത്. ആരെയും കിട്ടിയില്ലെങ്കിൽ തങ്ങളുടെ കൂട്ടത്തിലുള്ള ദുർബല വിഭാഗത്തെ ഇല്ലാതാക്കുക. ഷിയ സുന്നിക്കെതിരെ, സുന്നി ഷിയായ്ക്കെതിരെ, രണ്ടും ചേർന്ന് അഹമ്മദിയക്കെതിരെ അത് നടന്നുകൊണ്ടേയിരിക്കും. അതാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്. ഒരർത്ഥത്തിൽ ഇന്ന് യൂറോപ്പിനെ തന്നെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ ഭീകരതയാണ്.